ഇസ്ലാം എന്ന് പറയുന്നത് കേവലമായ ആരാധനകൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഒരു സമൂഹമായി എങ്ങനെ ജീവിക്കണം എന്നുകൂടി പഠിപ്പിക്കുന്ന ദർശനമാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പരിശോധിക്കുമ്പോൾ ഐക്യം എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, ഒരു ചോയ്സ് അല്ല. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐക്യപ്പെടാം, അല്ലെങ്കിൽ ഐക്യപ്പെടേണ്ടതില്ല എന്ന നിലപാടല്ല. മറിച്ച് ഐക്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതൊരു നിർബന്ധ ബാധ്യതയായിട്ടാണ് ഇസ്ലാം അതിൻ്റെ വക്താക്കളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. സൂറ ആലു ഇമ്രാൻ. മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഭിന്നിക്കുകയാണെങ്കിൽ, അനൈക്യത്തിൻ്റെ ആളുകളായി മാറുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകാൻ അത് കാരണമാകും എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐക്യം വേണമെന്നുള്ളത് ഒരു ദൈവിക കൽപ്പനയാണ്. വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ. സൂറ അൻഫാൽ. നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. പിന്നെയോ നിങ്ങൾ പരസ്പരം പിണങ്ങാൻ പാടില്ല, അനൈക്യത്തിലാകാൻ പാടില്ല, ഒത്തൊരുമയില്ലാത്തവരായിട്ട് മാറാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഭീരുക്കളായി പോകും, നിങ്ങളുടെ കരുത്ത് ചോർന്നു പോവുകയും ചെയ്യും. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തുന്ന ചില വർത്തമാനങ്ങളാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചുമൊക്കെ നമുക്കറിയാമല്ലോ. പരസ്പരം ശത്രുതയും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പുമൊക്കെ വെക്കുന്നവർ പോലും ഇസ്ലാമിന് മുമ്പിൽ കാണുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു പൊതു ശത്രുവായി മനസ്സിലാക്കുകയും ആ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായത്തിനകത്തുള്ള ഭിന്നതകൾ, അനൈക്യം, അത് നമ്മെ തളർത്തുകയും നമ്മുടെ കരുത്ത് ഇല്ലാതാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇന്ന് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. തെറ്റായ വാർത്തകളെ പ്രചരിപ്പിച്ചും പണ്ഡിതന്മാരെയും വ്യക്തികളെയും മുസ്ലിം സംഘടനകളെയും ഒക്കെ മോശമായി ചിത്രീകരിച്ചുമൊക്കെ ഗ്രൂപ്പുകളിൽ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കലഹിക്കുന്നത് അന്യമതസ്ഥരല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചിട്ടുള്ള സമുദായത്തിൻ്റെ ആളുകൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു കൊണ്ടിരിക്കുന്നതും അനൈക്യത്തിൻ്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഗുരുതരമായ തെറ്റാണത്. മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം തകർക്കുന്ന അത്തരം ഡിജിറ്റൽ ഫിത്തനകൾ, അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക, ഡിജിറ്റൽ ഫിത്തനകൾ, അതിനെതിരെ സത്യവിശ്വാസികൾ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കലും മുശ്രിക്കാക്കലും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെയുള്ള ടിക്കറ്റ് കൊടുക്കലും സീറ്റ് കൊടുക്കലുമൊക്കെ പൊതുസ്ഥലത്ത് സ്റ്റേജ് കെട്ടിയിട്ടായിരുന്നു. ചില അനുഭവങ്ങളുണ്ട് നമ്മുടെ ജില്ലയിൽ. ചില ഭാഗത്തൊക്കെ ഒരു ദിവസം ഒരു കൂട്ടർ പരിപാടി വെക്കുന്നു, ഒരു കൂട്ടരെ കാഫറാക്കുന്നു, അതിന് മറുപടി എന്നോണം രണ്ടാമത്തെ ദിവസം മറ്റൊരു കൂട്ടർ വരുന്നു, തിരിച്ചും കാഫറാക്കുന്നു. അങ്ങനെ പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് വഷളാക്കുന്നു. അവസാനം ഒരു പ്രദേശത്ത് മുസ്ലിം സുഹൃത്തുക്കൾ സംഘടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വേണമെങ്കിൽ പറഞ്ഞോളിൻ, ഇമ്മാതിരി പരിപാടി ഈ പ്രദേശത്ത് വെച്ച് പോകരുത് എന്ന്. ഒരു അനുഭവമാണത്. അപ്പൊ അത് ഒരു കാലഘട്ടത്തിൽ ഓഫ് സ്റ്റേജിലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതൊക്കെ മാറി ഓൺലൈനിലൂടെ അത് കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
നമ്മൾ മനസ്സിലാക്കണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ശത്രുതയായിട്ട് മാറാൻ പാടില്ല. മുസ്ലിം സമുദായം മറ്റുള്ളവർക്ക് മുമ്പിൽ, മറ്റുള്ളവർക്ക് മൂക്കിൽ വിരൽ വെച്ച് ചിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, പഴയകാല പണ്ഡിതന്മാർക്കിടയിൽ വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാനും കാഫറാക്കാനും മുശ്രിക്കാക്കാനും സംഘടനകളെ ഭീകരവാദികളാക്കാനും തീവ്രവാദികളാക്കാനും ഒന്നും കൂട്ടുനിന്നിട്ടില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബഹുമാനം കാത്തു സൂക്ഷിച്ചവരായിരുന്നു. ആ ബഹുസ്വരത തിരിച്ചു പിടിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുന്നോട്ട് പോക്കിനെ അത് ബാധിക്കും. സാധാരണ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. നമ്മൾ ധരിക്കുന്ന ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ, അത് ഉപയോഗിച്ചുകൊണ്ട് ഏത് കല്ലും മുള്ളും ചവിട്ടി മെതിച്ച് എല്ലാ കല്ലുകളെയും മുള്ളുകളെയും ഒക്കെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. അതേസമയം നമ്മുടെ ചെരുപ്പിനകത്ത്, നമ്മൾ ധരിച്ച ഷൂവിനകത്ത് ഒരു ചെറിയ കല്ല് കയറിക്കൂടിയാൽ നമ്മുടെ നടത്തം, അത് വളരെ മുന്നോട്ട് പോക്കുള്ള നടത്തത്തെ വളരെ പ്രയാസകരമാക്കി അത് ബാധിക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം. സമുദായം ഒറ്റക്കെട്ടാണെങ്കിൽ പുറത്തുനിന്നുള്ള എല്ലാ വെല്ലുവിളികളെയും ആർജവത്തോടെ നേരിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയും. അല്ല, അതിനകത്തുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചും കീറിയും കാർക്കിച്ചു തുപ്പിയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സമുദായത്തിന്റെ മുന്നോട്ടുള്ള പോക്കുണ്ടല്ലോ, അത് പ്രയാസകരമായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഐഷ ബീവി റളിയല്ലാഹു അൻഹ, പ്രമുഖ സ്വഹാബിമാർ, അവർ തമ്മിൽ 40-ലധികം വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും സഹാബിമാർക്കിടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ തകർക്കാനും തുരങ്കം വെക്കാനും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കൊപ്പം നിന്നിട്ട് അവരാരും ചാരപ്പണിയും പാരപ്പണിയും എടുത്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ പിൻഗാമികളല്ലേ നമ്മൾ? ആ സ്വഹാബയെ കിറാമിന്റെ പിന്നിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ നമ്മൾ? എന്തുകൊണ്ടാണ് ആ സ്വഹാബിമാർക്കുണ്ടായിരുന്ന വിട്ടുവീഴ്ചയും ഐക്യവും ഒത്തൊരുമയും പിൻതലമുറക്കാരായ നമുക്ക് കൈമോശം വന്നു പോയത്? മദ്ഹബിന്റെ ഇമാമുമാർക്ക് പോലും വിശാലമായ മനസ്സും കാഴ്ചപ്പാടുമാണ് ഉണ്ടായിരുന്നത്. 4 മദ്ഹബുകളുണ്ടല്ലോ. ആ മദ്ഹബിന്റെ ഇമാമുമാർക്ക് പോലും വിശാലമായ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്, വിശാല മനസ്സാണ് ഉണ്ടായിരുന്നത്. ഒരനുഭവം പറയാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം എന്നാണ്. അതേസമയം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് വേണ്ട എന്നുള്ളതാണ്. ഒരിക്കൽ അബൂ ഹനീഫയുടെ മരണശേഷം ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇമാം അബൂ ഹനീഫയുടെ നാട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് സുബ്ഹി നമസ്കരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഖുനൂത്ത് ഓതുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട് കൂടെയുള്ളവർ, സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് വേണമെന്ന അഭിപ്രായമുള്ള ആളല്ലേ താങ്കൾ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഖുനൂത്ത് ഓതാത്തതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തിരിച്ചു കൊടുത്ത മറുപടി, ഇമാം അബൂ ഹനീഫയുടെ നാട്ടിലാണ് ഞാനുള്ളത്. ഇമാം അബൂ ഹനീഫ സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് വേണ്ട എന്ന അഭിപ്രായക്കാരനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ആദരിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ടാണ് ഞാൻ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാതിരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള വിശാലമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും സഹകരണങ്ങളുമൊക്കെ ഈ മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിന് എവിടെയാണ് നഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ആരാണ് അതിനെ നഷ്ടപ്പെടുത്തിയത്? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ പിടിച്ചു തൂങ്ങി സമുദായത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിന്റെ ആളുകളാകണം, അനൈക്യത്തിന്റെ ആളുകളാകണം, ഒത്തൊരുമയില്ലാത്തവരാകണമെന്ന് ആരാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കരിക്കുമ്പോൾ തലയിൽ തൊപ്പി വെക്കണോ വേണ്ടയോ എന്നുള്ളതാ. അവിടെ ഫാഷിസം തീരുമാനിച്ചിരിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് തല തന്നെ വേണ്ട എന്നതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതും ഖണ്ഡന മണ്ഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും നമസ്കരിക്കുമ്പോൾ കൈ നെഞ്ചത്ത് കെട്ടണോ വയറ്റത്ത് കെട്ടണോ എന്നുള്ളതാ.
ഇന്ത്യ രാജ്യത്ത് ഫാഷിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമുദായത്തിന്റെ ആളുകൾക്ക് കൈകൾ തന്നെ വേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും യോജിക്കാൻ കഴിയുന്ന രംഗങ്ങളിൽ യോജിച്ചുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ മുസ്ലിം സമുദായത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വർത്തമാനമുണ്ടല്ലോ. ഒരു സമയത്ത് അഹ്ലുൽ കിതാബിനെ വിളിച്ചൊരു പ്രയോഗമുണ്ട്. തആലൂ ഇലാ കലിമത്തിൻ സവാഉൻ ബൈനനാ വബൈനക്കും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. നമുക്കും നിങ്ങൾക്കുമിടയിൽ യോജിക്കാവുന്ന കുറെ മേഖലകളുണ്ട്. ആ മേഖലയിൽ നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലുൽ കിതാബിനെ വിളിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സംഘടനകൾ ഉണ്ടാകാം, സമുദായത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായമുള്ള സംഘങ്ങൾ ഉണ്ടാകാം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നവർ എന്ന നിലക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി അംഗീകരിക്കുന്നവർ എന്ന നിലക്ക് നമുക്കിടയിൽ ഒന്നിക്കാവുന്ന കുറെ മേഖലകളുണ്ട്, ഒന്നിക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാനെങ്കിലും നമുക്ക് കഴിയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ആർത്തിരമ്പി വരുമ്പോൾ ആ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പ്രതികരിക്കണമെന്നുള്ളത്, ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമല്ലേ? എന്തുകൊണ്ട് ഇസ്ലാമിന്റെ വക്താക്കൾക്ക് ഈ ആദർശത്തിന്റെ ശത്രുക്കൾക്കെതിരെ ഒന്നിച്ചു നിന്നുകൂടാ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കാര്യത്തിൽ ആർക്കാണ് പ്രിയമുള്ളവരെ അഭിപ്രായ വ്യത്യാസമുള്ളത്? മുസ്ലിം സമുദായത്തിലെ ഏത് മതസംഘടനക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ആ പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഒരുമിച്ച് നിന്നുകൂടാ? നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മദ്യപാനം പോലുള്ള, ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോലുള്ള, ലൈംഗിക വൃത്തികേടുകൾ പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇത് വേണ്ട എന്ന കാര്യത്തിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മഹല്ലടിസ്ഥാനത്തിൽ സംഘടനകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഒരുമിച്ച് നിന്നുകൂടാ? ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. ഇത്തരം ആലോചനകൾക്ക് ഇനിയും നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ അങ്ങനെ തീരുമാനിച്ചാൽ പോരാ. നമ്മുടെ പ്രാദേശിക തലം മുതൽ ഇത് നടപ്പിലാക്കാനും ഇത് ഗൗരവത്തോടെ ആലോചിക്കാനും നമ്മൾ തയ്യാറല്ലെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഖുർആൻ പറഞ്ഞതുപോലെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മുസ്ലിം സമുദായം നാളെ മറ്റന്നാൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐക്യപ്പെടണം, ഒന്നിക്കണം, ഒത്തൊരുമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരേ രാഷ്ട്രീയ പാർട്ടിയിലോ എല്ലാവരും ഒരേ ചിന്താഗതിയിലോ വിശ്വസിക്കണമെന്നല്ല. മറിച്ച് സമുദായത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ വരുമ്പോൾ ഭിന്നതകൾ മറന്ന് സഹകരിക്കാൻ കഴിയണം. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് സഹകരിക്കാൻ കഴിയണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്ന തെരഞ്ഞെടുപ്പുകൾ, ഇലക്ഷനുകൾ, പ്രത്യേകിച്ചും ഫാഷിസം ഭരിക്കുകയും പലരും ഒളിഞ്ഞും തെളിഞ്ഞും ആ ഫാഷിസത്തോട് രാജിയാവുകയും ചെയ്യുന്ന ഇന്ത്യയിൽ, ഫാഷിസ്റ്റ് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ. അത്തരം തെരഞ്ഞെടുപ്പുകളിലൊക്കെ സമുദായത്തിന്റെ ഭാവി, ആ സമുദായത്തിന്റെ നിലനിൽപ്പ് ഊട്ടിയുറപ്പിക്കാൻ കഴിയും വിധത്തിൽ അതിനുപയോഗപ്പെടുത്താൻ മുസ്ലിം സമുദായം അത്തരം വിഷയങ്ങളിൽ ഒന്നിച്ചു നയിക്കപ്പെടാനൊക്കെ കഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ അതിക്രമിച്ചിരിക്കുന്നു എന്ന അത്തരം അവസരങ്ങളിൽ നമ്മൾ കാലാകാലങ്ങളായി നെഞ്ചിലേറ്റി നടക്കുന്ന പല ചിഹ്നങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നിലനിൽപ്പിന്റെ, അതിന്റെ സംരക്ഷണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നിലപാടുകൾ എടുക്കാനൊക്കെ നമുക്ക് കഴിയണം. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഐക്യത്തോടെ മുന്നേറാൻ കഴിയണം. ഇല്ലെങ്കിൽ അതിന്റെ കയ്പ് നീർ ഞാനും നിങ്ങളുമൊക്കെ നാളെ മറ്റന്നാൾ ഈ പുതിയ ഇന്ത്യയിൽ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമല്ല. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഖുർആൻ എത്രയാ പറഞ്ഞു നിങ്ങൾക്കറിയോ? പല സ്ഥലങ്ങളിൽ, പല ശൈലികളിൽ വിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ്. സത്യനിഷേധികൾ അവർ പരസ്പരം കൂട്ടാളികളാണ്, അവർ പരസ്പരം രക്ഷാധികാരികളാണ്. ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നത്തുൻ ഫിൽ അർദ് വഫസാദുൻ കബീർ. നിങ്ങളും അങ്ങനെ ഒറ്റക്കെട്ടായിട്ടില്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാകും, വലിയ ഫിത്നകൾ ഉണ്ടാകും. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്ന വർത്തമാനമാണ്. എന്താണ് ഈ പറഞ്ഞത്? വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ്. സത്യനിഷേധികളായ ആളുകൾ, സത്യനിഷേധികളായ കാഫിരീങ്ങളായ ആളുകൾ
അവർ പരസ്പരം കൂട്ടാളികളാണ്, അവർ പരസ്പരം രക്ഷാധികാരികളാണ്. വിശ്വാസി സമൂഹമേ, നിങ്ങളും അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഭൂമി ലോകത്ത് നിങ്ങൾക്കിടയിൽ വലിയ വലിയ ഫിത്നകൾ ഉണ്ടാകും, ഫസാദ് ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ലോകത്തേക്ക് നിങ്ങളൊന്ന് തിരിച്ചു നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും യൂറോപ്പും ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വിഷയത്തിലും ശത്രുതയുണ്ടെങ്കിലും ഇസ്ലാം എന്ന് പറയുന്ന സംവിധാനത്തെ മുമ്പിൽ കാണുമ്പോൾ അവർ ഒറ്റക്കെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഒരൊറ്റക്കെട്ടാണ് അവര്. എന്തിനു പറയുന്നു? നമ്മുടെ നാട്ടിലെ സംഘപരിവാരങ്ങൾ, ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരങ്ങൾ, അവർക്കിടയിലൊക്കെ വ്യത്യസ്തങ്ങളായ പിളർച്ചയും ഭിന്നിപ്പും പാർട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എത്ര അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും അവർക്കിടയിലുണ്ടെങ്കിലും ഇസ്ലാം എന്ന സംവിധാനത്തെ മുമ്പിൽ കാണുമ്പോൾ സകല സംഘപരിവാരങ്ങളും ഒരൊറ്റക്കെട്ട. ഇതെന്തേ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ കുഫ്റു മില്ലത്തും വാഹിദ. കുഫ്ർ എന്ന് പറഞ്ഞാൽ അവരൊരൊറ്റക്കെട്ടാണെന്ന. കുഫ്ർ ഒരൊറ്റക്കെട്ട. അതാ നമ്മൾ ലോകത്തും രാജ്യത്തുമൊക്കെ കേരളത്തിൽ നമ്മളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. പുതിയ ആനുകാലിക സംഭവങ്ങളൊക്കെ വായിക്കുന്നവരും പഠിക്കുന്നവരും കേൾക്കുന്നവരുമാണല്ലോ. അതുകൊണ്ട് അത്തരം വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലും ലോകത്തുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽ കുഫ്റു മില്ലത്തും വാഹിദ. കുഫർ എന്ന് പറയുന്നത് ഇസ്ലാമിനെ കാണുമ്പോൾ അവരൊരൊറ്റക്കെട്ടാണ്. ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്ത് മുഴുവനും പോരടിച്ചു നിൽക്കുന്ന ശക്തികൾ ഇസ്ലാമിനെ മുമ്പിൽ കാണുമ്പോൾ മുഴുവൻ ശത്രുതയും പോരും മറന്ന് ഇസ്ലാമിന്റെ മേൽ ഐക്യത്തോടെ ചാടി വീണുകൊണ്ടിരിക്കുമ്പോൾ 125 കോടി വരുന്ന മുസ്ലിം ഉമ്മത്തിന് ഒരു ചെറുവിരൽ പോലും മനക്കാൻ കഴിയാത്ത ദുർഗതി എന്തുകൊണ്ട് പലപ്പോഴും വരുന്നു എന്ന് ചോദിച്ചാൽ സമുദായത്തിന് ഐക്യമില്ല എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിന് ഐക്യവും ഒത്തൊരുമയുമില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിന് സഹായം ആർക്കാ ഉണ്ടാവുക? ഒത്തൊരുമയോടെ സംഘശക്തിയോടെ മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുവിന് സഹായം ഉണ്ടാവുക. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘശക്തിയെ മുറുകെ പിടിക്കണം. വയ്യാക്കും അൽ ഫുർഖ, നിങ്ങൾ ഭിന്നിച്ചു പോകുന്നതിനെ നിങ്ങൾ പേടിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞ അവസാനം എന്നറിയോ? ഹദീസിന്റെ അവസാനം, നിങ്ങൾക്കാർക്കെങ്കിലും സ്വർഗത്തിന്റെ നടുത്തളം ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിന്റെ നടുത്തളം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സംഘശക്തിയെ മുറുകെ പിടിക്കുക, ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുക, ഐക്യത്തോടെ മുന്നോട്ട് പോവുക. ഭിന്നിക്കരുത്, ഭിന്നിക്കുന്നവരായി മാറരുത് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ലോകമെമ്പാടും മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്ത് മുഴുവൻ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളവും അതൊട്ടും പിറകിലല്ല. ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലപ്പുറം ജില്ലക്കാരെ കുറിച്ച്, അല്ല മുസ്ലിം സമൂഹത്തെ കുറിച്ച്, അവർ അഹങ്കാരികളാണ്, പണത്തിന്റെ തമ്പാണ്, എന്തൊക്കെ വർത്തമാനമാണ് മറ്റൊരു സമുദായ നേതാവ് വന്നിട്ട് പച്ചയായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഗവൺമെന്റ് പോലും ഒരക്ഷരം അതിനെതിരെ മിണ്ടാൻ തയ്യാറാകുന്നില്ല. അതുപോലെ അത് വേറെ വിഷയമാണ്. എന്തായിരുന്നാലും ലോകമെമ്പാടും മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും അങ്ങനെയാണ്, പല വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലും പല സ്ഥലത്തും പല ആളുകളും മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? ഹിസ്ബുൽ മുജാഹിദീനിന്റെ ലക്ഷറെ തയ്യബന്റെ ആളുകളാണ് ഇലക്ഷനിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ വരെ പച്ചയായി അനൗൺസ്മെന്റ് നടത്തിയ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും തമ്മിലടിച്ചും തൊഴുത്തിൽ കുത്തും പാറവെപ്പുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ശത്രുക്കൾക്ക് ആയുധം കൊടുക്കുന്നതിന് തുല്യമാണ്, ശത്രുവിന് ആയുധം കൊടുക്കുന്നതിന് തുല്യമാണ്. ഇനിയെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് സമുദായ നേതൃത്വം പാഠം പഠിക്കാൻ തയ്യാറാകണം. പാഠം പഠിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, തങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ സമുദായവും സമുദായ നേതൃത്വവും കനത്ത വില നൽകേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഈ മുസ്ലിം സമുദായം എത്രമാത്രം ഭയാശങ്കയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ പശ്ചാത്തലം വെച്ച് ചിന്തിച്ചു നോക്കൂ. വാർത്താ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരല്ലേ നമ്മൾ? എത്രമാത്രം ഭയാശങ്കയോട് കൂടിയിട്ടാണ് ഈ സമുദായത്തിന്റെ മക്കൾ, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ മുഖത്ത് ചളിവാരി എറിയുന്ന
വിഴുപ്പലക്കലുകളാണ് കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത്. മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം സംഘടനാ നേതാക്കന്മാരെ, കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും ഒക്കെ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. അല്പമാസങ്ങൾക്ക് മുമ്പ് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വർത്തമാനങ്ങൾ കേട്ടതാണ്. ആ സൂംബ ഡാൻസിനെതിരെ ഇസ്ലാമികമായ പക്ഷത്ത് നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അഷറഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ, അദ്ദേഹം ഒരു സംഘടനാ നേതാവ് കൂടിയാണ്, അഷറഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ വിശദീകരണം പോലും കൊടുക്കാൻ സമയം കൊടുക്കാതെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യായിരുന്നു. ആരാ ചെയ്തത്? വിശദീകരിക്കേണ്ടതില്ല. ഇങ്ങനെ എടുത്തു നോക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വായിച്ചില്ലേ? ഇന്ത്യ രാജ്യത്ത് നടന്നതാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ അവൻ്റെ പാൻറ് ഊരിയിട്ട് അവൻ മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഒരു കൂട്ടം ആളുകൾ അവൻ ആക്രമിക്കുക, കൊന്നു മരിച്ചുപോയി ആള്. പടച്ചോൻ ഷഹാദത്തായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനെങ്ങനെയാ പീഡിപ്പിച്ചെന്നറിയോ? കട്ടിംഗ് പ്ലെയർ കൊണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പച്ചയായി നഖങ്ങോട്ട് പേർത്തിയെടുക്കുകയായിരുന്നു. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്കൊന്ന് ഇമേജ് ചെയ്യാൻ കഴിയുമോ? അത് നമ്മളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ജീവനോടെ നിർത്തിയിട്ട് ശരീരത്തിലെ വിരലിലെ ഓരോ വിരലിൽ നിന്നും ആ നഖം അങ്ങോട്ട് കട്ടിംഗ് പ്ലെയർ കൊണ്ട് വലിച്ചു വരുന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ഏതെങ്കിലും ഇരുണ്ട യുഗത്തിലെ കഥയല്ല പറയുന്നത്. ഇന്ത്യ രാജ്യത്ത്, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ ഇന്ത്യ രാജ്യത്ത് ഈ രണ്ടാഴ്ചക്കിടയിൽ നടന്ന സംഭവം മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹത്തെക്കുറിച്ച്, മുസ്ലിം ഭൂരിപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ച് എന്തൊക്കെ വർത്തമാനങ്ങളാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും, അങ്ങനെയുണ്ട് കേട്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് ഉറക്കം നടിച്ച് മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർ എന്തിനൊക്കെയോ വേണ്ടി, എന്തൊക്കെയോ ആർക്കൊക്കെയോ മുമ്പിൽ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല മതസംഘടനകളും പല മതസംഘടനാ നേതൃത്വങ്ങളും രാഷ്ട്രീയ തമ്പുരാക്കന്മാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന നക്കാപ്പിച്ച ലാഭങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്തും തലവെച്ചു കൊടുക്കുന്നു എന്നത് ഖേദകരമാണ്. അതിൻ്റെ ഭാഗമാണ് തങ്ങളെപ്പോലെ അള്ളാഹു ഏകനാണെന്ന് പറയുന്ന, മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന തങ്ങളോടൊപ്പമുള്ള സഹോദര സംഘടനകളെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെയാണെന്ന് പലരും ഇവിടെ പ്രസംഗിച്ച് നടന്നപ്പോൾ അതിനെ അല്പം കൂട്ടി ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് പള്ളി മെമ്പറുകൾ പോലും ഈ കേരളക്കാരിൽ പലരും ഉപയോഗപ്പെടുത്തിയത് മനസ്സിലാക്കണം. എന്താ അല്ലാഹു റസൂൽ പറഞ്ഞത്? വിശ്വാസികൾ പരസ്പരം ഒരു ശരീരം പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ് എന്നാണ് അല്ലാഹു റസൂൽ ഈ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ പഠിപ്പിച്ച റസൂലിന്റെ അനുയായികളാണ് നമ്മൾ. ഒരു കെട്ടിടം പോലെയാണ് വിശ്വാസ സമൂഹം. എന്താ കെട്ടിടത്തിന്റെ പ്രത്യേകത? വെക്കുന്ന ഓരോ കല്ലും മറ്റൊരു കല്ലിന് ശക്തിയേകുന്നു. അങ്ങനെയാണ്. ഇത്രത്തോളം ശക്തമായൊരു ബിൽഡിംഗ് രൂപപ്പെടുന്നത് എങ്ങനെയാ? വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികക്ക് ശക്തി പകരുന്നത് പോലെ ഈ വിശ്വാസ സമൂഹത്തിലെ ഓരോ വ്യക്തികളും മറ്റു വ്യക്തിക്ക് അങ്ങനെ ശക്തി പകർന്ന് വളരെ ഐക്യമത്യ മഹാബലം എന്ന് പറയൂലേ, അങ്ങനെ ബലമുള്ള കെട്ടുറപ്പുള്ള, ആരൊക്കെ ആർത്തിരമ്പി വന്നാലും തകർക്കാൻ കഴിയാത്ത, തള്ളിമാറ്റാൻ കഴിയാത്ത ഒരു ശക്തിയായി ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന് മാറാൻ കഴിയണം. അങ്ങനെ ശക്തി പകരേണ്ടവരാണെന്നാണ്. തീവ്രവാദ ആരോപണങ്ങൾ, ഭീകരവാദ ആരോപണങ്ങൾ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ, മുസ്ലിം സംഘടനകളെ കുറിച്ച് പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രത്യേകിച്ചും നമ്മുടെ കേരളക്കരയിൽ പല താല്പര്യങ്ങളെയും മുമ്പിൽ വെച്ചുകൊണ്ട് അതൊന്നുമല്ല ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞത് ഒരു കെട്ടിടത്തിലെ ഇഷ്ടിക പോലെ പരസ്പരം താങ്ങും തണലുമാകേണ്ടവരാണ് വിശ്വാസികൾ എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പടച്ചവൻ ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്, നമ്മുടെ കിബില ഒന്നാണ്, നമ്മുടെ ആദർശം ഒന്നാണ്, നമ്മുടെ ഗ്രന്ഥം ഒന്നാണ്. ഇതിലും വലിയ ഐക്യം വേറെ എവിടെ ഉണ്ടാവേണ്ടത്? പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ സല്ല സ്വലാത്തന വസ്തഖബല ഖിബലതന വഅകല ദബീഹതന. നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നവർ, നമ്മുടെ കിബിലയിലേക്ക് തിരിയുന്നവർ, നാം അറുത്തത് ഭക്ഷിക്കുന്നവർ, അവർ ഇസ്ലാമിന്റെ ആളുകളാണ്, അവർ മുസ്ലിമാണ്. ഫദാക്കുമുൽ മുസ്ലിം ലഹു ദിമ്മത്തുല്ലാഹ്. അവർ മുസ്ലിമാണ്, അവർക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുന്ന. അങ്ങനെ അല്ലാഹുവിന്റെ സംരക്ഷണം കൊടുക്കുമെന്ന് വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ കൊടുത്തതാ. ആർക്ക്? ഈ ആദർശത്തിന്റെ വഴിയിൽ ഒരുമിച്ച് മുന്നേറുന്ന മുസ്ലിങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്.
അവിടെ നമുക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമാകാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ പോലും സാമുദായിക സംഘടനകൾ പലതിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറിക്കൊണ്ടും പാര വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. നോക്കൂ നിങ്ങൾ, മറ്റു ഏതൊരു മതവിഭാഗത്തെക്കാളും മുസ്ലിം സമുദായത്തിന് ഒന്നിക്കാനും ഐക്യപ്പെടാനുള്ള എത്ര വഴികളെന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്നറിയാം. ഈ മുസ്ലിം സമുദായത്തെ ദിവസവും 5 നേരം പള്ളിയിൽ കൊണ്ടുവരുന്ന എന്തിനാ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പുരുഷന്മാർക്ക് നമസ്കാരം പള്ളിയിൽ വെച്ചിട്ടാണ്, വീട്ടിലല്ല. നിർബന്ധമായി പള്ളിയിൽ എത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുന്നത്ത് നമസ്കാരം വീട്ടിൽ ചെയ്തോളി എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ കൃത്യമായി 5 നേരവും മുസ്ലിം സമുദായത്തിലെ വ്യക്തികളെ അതാത് പ്രദേശത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടുന്നത് എന്തിനാ? നിങ്ങൾക്കിടയിലുള്ള ഈ ഐക്യബോധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും 20, 25, 30 ഒക്കെ ലക്ഷം സമ്മേളിക്കുന്ന വിശുദ്ധ മക്കയിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അങ്ങനെ ഒഴുകി വന്ന് 10-25 ലക്ഷമായിട്ട് അവിടെ സമ്മേളിക്കുമ്പോൾ ആ ജനസാഗരത്തിൽ ഒരു തുള്ളിയായിട്ട് നിങ്ങൾ എത്തണം എന്നുള്ള പറഞ്ഞ എന്തുകൊണ്ടാ? ഈ ഐക്യബോധം അവർക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഈ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ വഅന റബ്ബുക്കും ഫഅ്ബുദൂൻ. ഈ ഉമ്മത്ത് ഒരൊറ്റ ഉമ്മത്താണ്. അല്ലാഹ് പറഞ്ഞ വർത്താനാണ്. പക്ഷെ പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ്. വിശ്വാസികളെ കുറിച്ച് എന്താ അല്ലാഹ് പറഞ്ഞതെന്നറിയോ? വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസിനികൾ അവർ പരസ്പരം രക്ഷാധികാരികളാണെന്നാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പരസ്പരം രക്ഷാധികാരികളെന്ന് ഖുർആൻ പറഞ്ഞ ഈ വിഭാഗം ഇന്ന് പരസ്പരം രക്ഷാധികാരികളാകുന്നതിന് പകരം എവിടെയൊക്കെ മറ്റവനെ പണി കൊടുക്കാം, എവിടെയൊക്കെ പാരപ്പണി ചെയ്യാം, എവിടെയൊക്കെ തള്ളിമറിച്ചിടാൻ പറ്റും എന്ന ചിന്താഗതിയിലേക്ക് പോകുന്നു എന്നതിന് മുസ്ലിം സമുദായത്തിന്റെ ഇന്നും നിലത്തല്ല കേട്ടോ. കുറച്ച് കാലങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ ഓഫ് സ്റ്റേജിൽ വെച്ച് പ്രസംഗങ്ങളുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പാരപ്പണി നടത്തല്, അവിടെ നിന്നിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളെ കാറ്റുപോകുന്ന ഇത് വല്ലാത്തൊരു പ്രയോഗമാണ് ഖുർആനിന്റെ. റസൂലിനെയും അല്ലാഹ് നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ ഭിന്നിച്ചാൽ, നിങ്ങൾക്ക് ഒത്തൊരുമയില്ലെങ്കിൽ നിങ്ങളെ കാറ്റുപോകും. എൻ്റെ അർത്ഥം തന്നെയാണ്, നിങ്ങളെ കാറ്റുപോകുന്ന അല്ലാഹ് പറഞ്ഞത്. ഇന്ന് സമുദായത്തിൻ്റെ കാറ്റ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് മനസ്സിലാക്കാൻ മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ്. നിങ്ങൾ കേട്ടില്ലേ, 2 കാളകളെ പരസ്പരം തെറ്റിച്ച് ചോര കുടിച്ച കുറുക്കൻ്റെയും കാക്കൻ്റെയും കഥ കേട്ടില്ലേ? നല്ല ഐക്യത്തോടെ പോകുന്ന 2 കൂറ്റൻ കാളകളായിരുന്നു. ഈ 2 കാളകളെ പിന്നെ കീഴ്പ്പെടുത്താൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും കുറുക്കൻക്കും കാക്കയ്ക്കും പറ്റുന്നില്ല. അവസാനം അവർ 2 പേരും വളരെ തന്ത്രപരമായൊരു തീരുമാനം എടുക്കുകയാണ്. 2 പേരും വളരെ തന്ത്രപരമായ പ്ലാനിങ്ങിന് ശേഷം ഈ 2 കാളകളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചത്. അങ്ങനെ അവർ അകറ്റിയപ്പോൾ കാര്യം വളരെ എളുപ്പമാക്കി. 2നെയും കൊല്ലാൻ കഴിഞ്ഞു എന്ന കഥ. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ട മുസ്ലിം സമുദായത്തിൻ്റെ മക്കളെ അനൈക്യത്തിൻ്റെ ഭിന്നിപ്പിൻ്റെ ആളുകളാക്കി മാറ്റി ചോര കുടിക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് ഇനിയും വഴുകരുത് പ്രിയമുള്ളവരെ. നമ്മുടെ ആദർശത്തെ കളങ്കപ്പെടുത്തി നമ്മളെ തമ്മിൽ പിരിയിപ്പിച്ച് മുതലെടുക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും ആ ശ്രമത്തിൽ നമ്മൾ വീണ് കൊടുക്കാൻ പാടില്ല. എന്തൊക്കെ അപ്പക്കഷ്ണങ്ങൾ മുന്നോട്ടിട്ട് നിന്നാലും നമ്മുടെ മൂല്യവും വലിപ്പവും നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ കേട്ടില്ലേ, പലപ്പോഴും ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഉറുമ്പുകളെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അകത്തെ കുറച്ച് ഉറുമ്പുകൾ ഒരു മനുഷ്യൻ ചവിട്ടി നിരിച്ച് കൊന്നു. അപ്പോൾ ഉറുമ്പുകളൊക്കെ പാടെ തീരുമാനിച്ചു, പിന്നെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെ കൊന്നവനെ വെറുതെ വിടണ്ട, അവനെ നമുക്ക് കൂട്ടമായിട്ട് ആക്രമിക്കണം എന്നാ. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ അങ്ങനെ പോയിട്ട് അവൻ്റെ മൂക്കിലും മുഖത്ത് കടിക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ അരിച്ചരിച്ച് കയറി പോയവരൊന്നും തിരിച്ചു വരുന്നില്ല. അവസാനം ഉറുമ്പുകളുടെ സൈന്യത്തിൻ്റെ നേതാവ് അവിടെ പോവുകയാണ്. നേതാവ് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞ നേതാവും തിരിച്ചു വരുന്നില്ല. അപ്പോൾ പിന്നെ രാജാവ് തന്നെ അങ്ങോട്ട് പോയി, റാണി തന്നെ പോയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഒലിച്ചു വരുന്ന തിന്നതിൻ്റെ ബാക്കി നിൽക്കുന്ന എന്തോ ഒരു
മധുരം അവിടെ ബാക്കി നിൽക്കുന്ന മധുരത്തിൻ്റെ ഒരു അംശം, അതിനു വേണ്ടിയിട്ട് ഉറുമ്പുകളൊക്കെ പാടങ്ങനെ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഈ സൈന്യത്തിൻ്റെ നേതാവടക്കം അവിടെ ഇങ്ങനെ കടിപിടി കൂടുന്ന കാഴ്ചയാണ് കണ്ടിരുന്ന. ഇതാണ് പലപ്പോഴും സമുദായത്തിൻ്റെ ചില ചിത്രങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത്. സമുദായം എന്തായാലും കുഴപ്പമില്ല, നശിച്ചു പോയാലും കുഴപ്പമില്ല, ആരൊക്കെ അടിച്ചമർത്തിയാലും കുഴപ്പമില്ല, നമുക്ക് 2 കോളേജ് കിട്ടോ, നമ്മുടെ കോളേജിന് അഫിലിയേഷൻ കിട്ടോ, നമ്മുടെ ആശുപത്രിക്ക് അംഗീകാരം കിട്ടോ, നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാ? ഇതല്ലേ സമുദായം എടുത്തുകൊണ്ടിരിക്കുന്നല്ല, സമുദായത്തിൻ്റെ പല നേതൃത്വങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ സമുദായം മുഴുവനും ഐക്യപ്പെടേണ്ട വല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ 125 കോടി വരുന്ന മുസ്ലിം സമുദായം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നാൽ പോലും ശത്രുക്കളെ നേരിടാൻ കഴിയാത്ത വിധം ശത്രുക്കൾ വളർന്ന് പന്തലിക്കുകയും എല്ലാ ശത്രുക്കളും അവരുടെ ഭിന്നതകളെല്ലാം മറന്ന് ഏകോപിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ ഐക്യപ്പെടുകയും അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സമുദായ നേതൃത്വം ഐക്യത്തിൻ്റെ കാര്യത്തിൽ പിറകോട്ട് പോകുന്നു എന്നത് ഖേദകരമാണ്. അത് ഈ സമുദായത്തിൻ്റെ ദുരന്തത്തിലേക്കുള്ള നടത്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതങ്ങനെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയണം. റസൂൽ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിൻ്റെ സഹോദരനാണ്, അവനെ വഞ്ചിക്കൂല, കളവ് പറയില്ല, നിസ്സാരനാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ആരും നിസ്സാരനാക്കണ്ട, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിൽക്കണ്ട. മുസ്ലിം സമുദായത്തിൻ്റെ കീഴിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ ഓരോ സംഘടനകളും അവരുടേതായ പണിയെടുക്കട്ടെ. ആരും തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. ഓരോ മതസംഘടനകളും അവരുടേതായ പണികൾ അവർ നിർവഹിക്കട്ടെ. അങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് ഈ സമുദായത്തിന് തനിച്ചു തന്നെ പലതും ചെയ്യാൻ കഴിയും, ചെയ്യാനുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ ആദർശത്തെ നാം എവിടെയും പണയപ്പെടുത്താൻ പാടില്ല. സമുദായത്തിനകത്തെ ഭിന്നതകളും തർക്കങ്ങളും കണ്ട് യുവതലമുറ മതത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ. ഒന്നിക്കാവുന്ന മേഖലകളിൽ ഒന്നിച്ചു മുന്നേറാൻ കഴിയണം. ഇത് അണികൾ മാത്രമല്ല, അങ്ങോട്ടിങ്ങോട്ടത് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് പറയാനുള്ളത്, സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യമെന്ന് പറയുന്നത് അത് മതപരമായൊരാവശ്യമല്ല, മതപരമായൊരാവശ്യം മാത്രമല്ല, മറിച്ച് ആധുനിക ജനാധിപത്യ സമൂഹത്തിലെ നിലനിൽപ്പിൻ്റെയും പുരോഗതിയുടെയും അനിവാര്യതയാണ് ഈ സമുദായത്തിൻ്റെ ഐക്യമെന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷാവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ സമുദായത്തിന് ഒരൊറ്റ ശബ്ദമായിട്ട് നിൽക്കാൻ കഴിയണം. നിയമ പോരാട്ടങ്ങളിൽ, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളിൽ ഐക്യമില്ലെങ്കിൽ സമുദായത്തിൻ്റെ കരുത്തില്ലാതാകുന്ന കൂടി നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം, സച്ചാർജ് കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുക നമുക്കറിയാം, മുസ്ലിം സമുദായം പല മേഖലകളിലും പിന്നാക്കാവസ്ഥയിലാണ്. ഈ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ ആനുകൂല്യങ്ങൾ, സമുദായത്തിന് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി നേടിയെടുക്കാൻ ഐക്യത്തോടെയുള്ള നീക്കങ്ങൾ അത്യാവശ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ ഇതൊക്കെ കെട്ടിപ്പടുക്കുന്നതിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം ഗുണപ്രദമായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സംഖ്യാബലം അത് വളരെ പ്രധാനമാണ്. വോട്ടുകൾ വിഘടിച്ചു പോകുന്നത് സമുദായത്തിൻ്റെ രാഷ്ട്രീയ വിലപേശൽ ശേഷി ഇല്ലാതാക്കും. ക്രിയാത്മകമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ, അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ രാഷ്ട്രീയത്തിനതീതമായ ഒരു സാമൂഹിക ഐക്യം സമുദായത്തിനകത്തുണ്ടാകേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്ന ഇസ്ലാമോഫോബിയ, ഇസ്ലാം പേടി വളർത്തിക്കൊണ്ടിരിക്കുക, വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ നേരിടാൻ ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ കൊണ്ട് കഴിയില്ല. അതിനേക്കാൾ ആവശ്യം സംഘടിതമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. സമുദായത്തിനുള്ളിലെ വിഭാഗീയതകൾ മാറ്റിവെച്ച് മാനുഷികവും ജനാധിപത്യപരവുമായ മൂല്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയണം. സമുദായത്തെക്കുറിച്ച് പൊതുസമൂഹത്തിലുള്ള തെറ്റായ ധാരണകൾ നീക്കം ചെയ്യാൻ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാനവിക മുഖം അത് ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ ക്യാമ്പയിനുകൾ വേണം, ഐക്യത്തോടുള്ള ക്യാമ്പയിനുകൾ വേണം. ഏതെങ്കിലും ഒരു സംഘടനക്കാരൻ മാത്രമല്ല, ഏതെങ്കിലും ഒരു പള്ളിക്കാരൻ, ഒരു മഹല്ലുകാരൻ മാത്രമല്ല, മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്ന് അത്തരം കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മുസ്ലിം സമുദായത്തിനുള്ളിലെ അന്ധവിശ്വാസങ്ങൾ, സ്ത്രീ വിദ്യാഭ്യാസ വിമുഖത, നിങ്ങൾ കണ്ടു, ഇതിലിടയ്ക്ക് വന്ന വാർത്തകൾ നിങ്ങൾ കേട്ടിരിക്കും. സ്ത്രീകളെ പള്ളിയിലേക്ക് വരുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളും ചർച്ചകളൊക്കെ. ഒരു പെൺകുട്ടി വന്നിട്ട് അത് പോകണം, അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പിതാവ് എന്നിട്ട് തിരുത്തിയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് അവൾക്ക് 16 വയസ്സായിട്ടുള്ളൂ, പക്വതല്ലാത്ത വർത്താനം പറഞ്ഞതാണ്. നോക്കി എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു കാലത്ത് പറഞ്ഞു സ്ത്രീകൾ എഴുതാനും പഠിക്കാനും പാടില്ല എന്നാ, വീട്ടിൽ ഒതുങ്ങിയിരിക്കണം എന്നാ, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന, അങ്ങനെ പലതും. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തോടുള്ള പിന്തിരിപ്പൻ നിലപാടുകൾ, ദാരിദ്ര്യം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണ്ഡിതന്മാരും നേതാക്കളും യുവജനങ്ങളും ഒക്കെ സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടിങ്ങനെ ഒന്നിച്ച് മുന്നോട്ടിറങ്ങണം. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. ശാഖാപരമായ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഭാവി നിലനിർത്തേണ്ടത്, പിടിച്ചു നിൽക്കേണ്ടത്, അന്തസ്സോടെ എഴുന്നേറ്റ് നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ, സംഘടനകളെക്കാൾ വലുതാണ് സമുദായത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഭിന്നിച്ചാൽ നമ്മൾ തോറ്റുപോകും, ഒന്നിച്ചാൽ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് കാലം പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചതാണ്. ആ പാഠങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. സമുദായത്തിൻ്റെ തലപ്പത്തുള്ള പലരും ആർക്കൊക്കെയോ വേണ്ടി ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ സമുദായത്തിൻ്റെ കാറ്റ് പോകും, നിങ്ങളൊന്നുമല്ലാത്തവരായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല. മുസ്ലിമാണെന്ന് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ, ഈ തൊപ്പിയും താടിയും വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുമുണ്ട് എങ്കിൽ അത് ഈ ഖുർആന്റെ വർത്തമാനങ്ങളാ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അള്ളാഹുവിനെ ദീനിനെ മുറുകെ പിടിച്ച് ഭിന്നതകൾ വെടിഞ്ഞ് ഒരു ഉത്തമ സമുദായമായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. സ്വന്തം ആദർശത്തെ, സ്വന്തം സമുദായത്തെ ആർക്കു മുമ്പിലും പണയം വെക്കാതെ അടിയുറച്ച ഈമാനോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തിന് കഴിയണം. അതിന് സംഘടനാ നേതൃത്വങ്ങൾ, മഹല്ല് നേതൃത്വങ്ങൾ വേണ്ട നിലപാടുകളും സംവിധാനങ്ങളുമൊക്കെ രൂപപ്പെടുത്തിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.